നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് ഒരുപാട് സെറ്റിങ്സുകൾ നമ്മൾ പരിശോധിച്ചു. പല സെറ്റിങ്സുകൾ നമുക്ക് ഓൺ ചെയ്യാനുള്ള സെറ്റിങ്സുകളും അതുപോലെ തന്നെ ഓഫ് ചെയ്യാനുള്ള സെറ്റിങ്സുകളൊക്കെ നമ്മൾ പരിശോധിച്ചു. എന്നാൽ നമ്മൾ ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന രണ്ട് സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. വാട്സപ്പിനകത്ത് ഈ രണ്ട് സെറ്റിങ്സ് നമ്മൾ ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കും. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് വാട്സപ്പിനകത്ത് നമുക്ക് ഓഫ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഓൺ ചെയ്ത് വെക്കാൻ പാടില്ലാത്ത രണ്ട് സെറ്റിങ്സ് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സെറ്റിങ്സ് ഒന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ഭാഗത്ത് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ അഡ്വാൻസ്ഡ് എന്ന ഭാഗത്ത്, ഈ അഡ്വാൻസ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് താഴെ ഭാഗത്ത് ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഫോണിനകത്ത് ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കണം. ഇത് ഓൺ ചെയ്താലുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മൾ വാട്സപ്പിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ വാട്സപ്പിനകത്ത് ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ലിങ്ക് ഞാൻ യൂട്യൂബ് വീഡിയോയുടെ ഒരു ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് ഈ ലിങ്ക് മാത്രമാണ് എനിക്ക് കിട്ടുന്നത്. ഇതിനകത്ത് ആ ലിങ്കിനോട് കൂടെ നമുക്ക് വീഡിയോയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ ആ വീഡിയോയുടെ തമ്പനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ലിങ്ക് മാത്രമാണ് സെൻഡ് ആയത്. അത് സംഭവിക്കുന്നത് നമുക്കിവിടെ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്ന് കാണുന്ന ഭാഗത്ത് ഇത് നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ലിങ്ക് മാത്രമായിട്ട് സെൻഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചാലുള്ള ബുദ്ധിമുട്ട് അതാണ്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ ലിങ്ക് എടുത്ത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലിങ്ക് മാത്രമായിട്ടാണ് സെൻഡ് ആകുക. അതിനകത്ത് അതിൻ്റെ വീഡിയോയുടെ ഭാഗമോ അല്ലെങ്കിൽ തമ്പനയിലോ നമുക്ക് കാണാൻ സാധിക്കില്ല. ലിങ്ക് മാത്രമായിട്ട് സെൻഡ് ആകും. ഇനി നമുക്കത് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഞാൻ ഈ ഒരു സെറ്റിങ്സ് ഓഫ് ചെയ്യുകയാണ്. ഇത് അവിടെ കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സ് ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് വാട്സപ്പിലേക്ക് പോകാം. ഇനി ഞാൻ ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂട്യൂബിനകത്ത് ആ ലിങ്ക് മാത്രമാണ് സെൻഡ് ആയത്. അതിൽ പ്രിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ തമ്പനിൽ നമുക്ക് സെൻഡ് ആയിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മൾ ആ സെറ്റിങ്സ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തപ്പോൾ ഇവിടെ നമ്മൾ ലിങ്ക് പേസ്റ്റ് ചെയ്തപ്പം ആ ലിങ്കിനോട് കൂടെ തന്നെ ആ വീഡിയോയുടെ ആ തമ്പനിൽ അല്ലെങ്കിൽ വീഡിയോയുടെ ഒരു ഭാഗം ഇവിടെ കൂടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മുകളിലെ ലിങ്ക് നോക്കുക. ഇതുപോലെ ലിങ്ക് മാത്രമാണ് സെൻഡ് ആയത്. പക്ഷേ നമ്മൾ ആ സെറ്റിങ്സ് ഓഫ് ചെയ്തപ്പം ഈ സെറ്റിങ്സ് വീഡിയോക്കകത്ത് അല്ലെങ്കിൽ ആ ലിങ്കിനോടൊപ്പം ഇത്തരത്തിലൊരു തമ്പനിൽ കൂടെ സെൻഡ് ആയത് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ഓൺ ചെയ്ത് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഓഫ് ചെയ്ത് കൊടുക്കുക. അതാണ് ഒന്നാമത്തെ സെറ്റിങ്സ്. ഇനി രണ്ടാമത്തെ സെറ്റിങ്സ് നമ്മൾ പരിശോധിക്കുന്ന ഓഫ് ചെയ്ത് വെക്കാനുള്ള സെറ്റിങ്സ് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സെറ്റിങ്സ് ഒന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ചാറ്റ്സ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്കൊരു സെറ്റിങ്സ് കാണാം. എൻ്റർ ഈസ് സെൻഡ് എന്നുള്ളൊരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിവിടെ ഓണായി കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ഓണായാലുള്ള ബുദ്ധിമുട്ട് ഞാൻ കാണിച്ചുതരാം. ആ ഒരു സെറ്റിങ്സ് നമ്മൾ ഓണാക്കിയതിന് ശേഷം നമ്മളിവിടെ കീബോർഡിൽ എന്ത് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ നമുക്ക് എൻ്റർ ബട്ടണാണുള്ളത്. നമുക്ക് എന്ത് ടൈപ്പ് ചെയ്താലും ഡയറക്റ്റ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പം അതിൻ്റെ സെക്കൻഡ് ലൈനിലേക്ക് നമ്മൾ പോകാറുണ്ട്, അല്ലെങ്കിൽ തേർഡ് ലൈനിലേക്ക് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ടൈപ്പ് ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ നമുക്കത് സാധിക്കില്ല. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഈ ഓപ്ഷൻ ഇവിടെ ഇതുപോലെ ഒരു അരോമാർക്കാണ് കാണുന്നത്. ജസ്റ്റ് എൻ്റർ ബട്ടണാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് താഴെ ഭാഗത്ത് എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഈ മെസ്സേജ് സെൻഡ് ആകുന്നതാണ് കാണാൻ സാധിക്കും. അപ്പോൾ അത് വാട്സപ്പിനകത്തുള്ള ഒരു സെറ്റിങ്സിൻ്റെ പ്രശ്നമാണ്. പല ആളുകളും സംശയിക്കാറുണ്ട് ഇത് കീബോർഡിനകത്തുള്ള പ്രശ്നമാണെന്ന്. അപ്പോൾ അത് വാട്സപ്പിനകത്തുള്ള സെറ്റിങ്സിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സെറ്റിങ്സ് എൻ്റർ ഈസ് സെൻഡ് എന്നുള്ള ഈ സെറ്റിങ്സ് നമ്മൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തു. ഇനി നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാനിപ്പം വാട്സപ്പിനകത്ത് എന്തെങ്കിലും ഒരു കീബോർഡിൽ കുറേ വേർഡുകൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക. നേരത്തെ കണ്ട ആ ഒരു ഐക്കണല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇത് നമുക്ക് എൻ്റർ ബട്ടൺ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പം നമ്മൾ സെക്കൻഡ് ലൈനിലേക്ക് മെസ്സേജുകൾ ടൈപ്പ് ചെയ്തു. ഇനി തേർഡ് ലൈനിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. നേരത്തെ നമുക്ക് ഇത് ഇങ്ങനെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനിലായിരുന്നു. നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് ഈ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് സ്റ്റെപ്പായിട്ട് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കീബോർഡിനകത്തുള്ള പ്രശ്നമല്ല, വാട്സപ്പിനകത്തുള്ള ഒരു സെറ്റിങ്സാണ്. തീർച്ചയായിട്ടും നമുക്ക് വാട്സപ്പിനകത്ത് ഓഫ് ചെയ്ത് വെക്കേണ്ട രണ്ട് സെറ്റിങ്സാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.